നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു സങ്കടം കിട്ടിയതിൻ്റെ ഒരു ടെൻഷൻ, ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു തിരിച്ചടിയോ സങ്കടങ്ങളോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കാണാനോ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വന്ന് ചേർന്ന അത്തരം വേദനകൾ നിറഞ്ഞ ഓർമ്മകളിൽ നിങ്ങൾ മുഴുകിയിരിക്കാനായിട്ട് ശ്രമിക്കാതെ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര പ്രശ്നങ്ങൾ സങ്കടങ്ങളൊക്കെ വന്ന് ചേർന്നാലും അവിടെ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് എപ്പോഴും സങ്കടപ്പെട്ട് തളർന്നിരിക്കാതെ അതിനെ ധൈര്യപൂർവ്വം നേരിടുക, നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മാനസിക ശക്തിയെ നിങ്ങൾ സ്വയം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ, മനഃശാന്തി, ആത്മവിശ്വാസം എന്നിവ വളരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം തെളിയുന്ന ഒരു ഘട്ടമാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള സങ്കടങ്ങൾക്കും വെല്ലുവിളികൾക്കും ശേഷം മനസ്സിലൊരു വ്യക്തതയും സമാധാനവുമൊക്കെ ഈ ഒരു സമയം വന്ന് ചേരും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിങ്ങളെ ആയാലും നിങ്ങളുടെ മനസ്സിനെയും ചിന്താഗതിയെയും എല്ലാം നയിക്കാനായിട്ട് പ്രപഞ്ചം എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം പുലർത്തുക എന്ന്. മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങളെയൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ, മനഃശാന്തി, ആത്മവിശ്വാസം ഇവയൊക്കെ ഈ ഒരു സമയം വന്ന് ചേരുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില തിരിച്ചറിവുകൾ വന്നു ചേരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ, കൂടാതെ ചില നഷ്ടങ്ങൾ, അതുപോലെ നിങ്ങളുടെ ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ, അപ്പോൾ അവയിലൂടെയൊക്കെ ഇപ്പോൾ പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് പലതും പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കരുത്, ഒരു നല്ല മാറ്റം എനിക്ക് വേണം എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ശബ്ദത്തെ കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പഴയ അധ്യായം അവസാനിക്കുകയും അവിടെ പുതിയൊരു അധ്യായം തുറക്കാനുമുള്ള ഒരു സമയം ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ട് വളരെയധികം ആത്മബന്ധം തോന്നുന്ന തരത്തിലുള്ള ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവരോട് നിങ്ങളുടെ ഹൃദയം തുറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവരിലൂടെ നിങ്ങളുടെ മനസ്സിന്
സമാധാനം ലഭിക്കുന്നതാണ്. അവരിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ പുതിയൊരു സ്നേഹബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിലവിലെ നിങ്ങളുടെ ആ ഒരു ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലും ആവുന്നതായിരിക്കാം. കൂടാതെ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ സ്നേഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരിൽ നിന്നും സ്നേഹം സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാനും വലിയ മാറ്റങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കുമെന്നും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ഒരു അമിതഭാരം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യേണ്ട ജോലി കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ പലർക്കും വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക, മറ്റുള്ളവയെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം വന്ന് ചേർന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലും ജോലികളിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചെയ്യുക, അല്ലാത്തവയെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും വളരെയധികം അറിവ്, ജ്ഞാനം ഇവയൊക്കെയുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ അറിവിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.